തേങ്ങ അരയ്ക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറി. അപ്പം അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ കുരുമുളകും കൂടി കുറച്ചിടുക. പിന്നെ ചെറിയ സവാള, ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ പറ്റി അത്രയും നല്ലത് കേട്ടോ. സവാള ഒരുപാട് എടുത്തിടരുത്, മധുരിക്കും. പിന്നെ തക്കാളി, ഇത്ര അരച്ചപ്പോഴാണ് തക്കാളിയുടെ കാര്യം ഓർമ്മ വന്നത്. ആ തക്കാളി അതിൻ്റെ കൂടെ ആദ്യമായിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ള ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ജാറും കൂടി കഴുകി ഒഴിക്കുക. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പുളി ഞങ്ങളിവിടെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുടംപുളി അങ്ങനെ ഉപയോഗിക്കാറില്ല, അത് ഇഷ്ടമല്ല. അങ്ങനെ ആവശ്യമുള്ള ഉപ്പെല്ലാം നോക്കി അടുപ്പിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവപ്പൊടിയും വളരെ കുറച്ച് മതി, കൂടിപ്പോയാൽ അത് കഴിക്കും. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കൊഴിയാളയാണ് എടുത്തിട്ടുള്ളത്. ഓരോ നാട്ടിൽ മീനിൻ്റെ പേരൊക്കെ ഓരോ നാട്ടിലും വ്യത്യാസമായിരിക്കും. എന്ത് പറയുന്നതെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെയൊക്കെ കൊഴിയാളെന്നാണ് പറയുന്നത്. അങ്ങനെ അതും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കറിവേപ്പില ഇടുക. അപ്പം എരി ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം മധുരമൊക്കെ വലിയ എരിവൊന്നും തോന്നത്തില്ല. അന്നേരം മധുരമൊന്നും കാണത്തില്ല, അതൊന്നും കരുതി അത് പേടിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ.